ഹായ് ഹലോ, അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മാങ്ങ സീസണൊക്കെ കഴിയാൻ പോകുമല്ലേ, അപ്പോൾ ഒരു കിടുക്കാച്ചായിട്ട് തന്നെ ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയേക്കാണ്. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും മാങ്ങ നമുക്ക് ആവശ്യമില്ല. അതിനുവേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സബോളയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി ഇത്രയായിട്ട് നമ്മൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് സബോള നമുക്ക് കുനുകുനാന്ന് അരിച്ചെടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാം അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാങ്ങയും കൂടെ അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വിളവായ മാങ്ങയായിട്ട് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് 2 മാങ്ങ വെച്ച് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ലപോലെ ചെത്തി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാട്ടോ മുറിച്ചെടുക്കുന്നത്. ഇനി ചട്ടിയിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, അത്രയും മതിയാവും. പിന്നെ കുറച്ച് ഉപ്പ്, ഇത് നമുക്ക് ഈ കറിക്ക് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നുള്ളു വിനാഗിരി ആയിട്ട് ഒഴിച്ചേക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ കേട്ടോ നല്ലപോലെ തിരുമ്മി എടുക്കുന്നത്. കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി വരുമ്പോഴത്തേക്കും നല്ല മണമാണ്. ഇനി നമ്മുടെ മാങ്ങയെ കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി നമുക്കത് മാറ്റി വെച്ച് കൊടുക്കാം. അടുത്തത് ഇനി 1-ാം പാലും 2-ാം പാലും റെഡിയാക്കുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി 1 മുറി തേങ്ങയായിട്ട് എടുത്തേക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ ചിരവി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ 1-ാം പാലും 2-ാം പാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. ഇനി നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മിക്സ്, ആ മിക്സിലേക്ക് നമ്മുടെ 2-ാം പാലാട്ടോ ഒഴിക്കുന്നത്. 1-ാം പാൽ നമ്മളിപ്പോൾ ഒഴിക്കുന്നില്ല. 2-ാം പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ മാങ്ങയൊക്കെ വെന്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കുറുകി കിട്ടണം. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമുക്കടുത്ത താളിക്കൽ പരിപാടിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് കറിവേപ്പില. ഇത് നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞ് അത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ താളിച്ചത് നമ്മുടെ കുറുക്കി വന്ന നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടെ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.